ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക്. അർച്ചന വേൾഡിൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങോടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ് എങ്കിൽ അവർക്ക് അത്രമാത്രം ശക്തിയും ധൈര്യവും വന്നു ആ സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും എൻഡ് ആക്കിയിട്ട് പുറത്ത് വരണമെന്നുള്ള ആ ഒരു ശക്തി വന്നിട്ടുണ്ട്. ഇവിടെ ഇവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ശക്തി വന്നു. അത് കാരണം ഇവർ നിങ്ങൾക്ക് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് തരുവാൻ തയ്യാറായിട്ടാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റെബിലിറ്റി ഇവർ ഓഫർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ ഇവരുടെ ഈഗോ വളരെ വലുതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈഗോ ചിലപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ കുഴപ്പമില്ല, നെഗറ്റീവായിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ ഡിവൈൻ ചിലപ്പോൾ ഇവർക്ക് ട്രിഗർ കൊടുക്കും. കാരണം നിങ്ങൾക്ക് വേണ്ടി പോസിറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്താൽ മാത്രമല്ലേ ഡിവൈൻ സപ്പോർട്ട് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി നെഗറ്റീവ് ചെയ്താൽ ഡിവൈൻ ഒരിക്കലും ഇവരെ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇതുകൂടാതെ വളരെ നിർണായകമായ ഒരു തീരുമാനം ഇവിടെ ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. പവർഫുൾ ആയിട്ടുള്ള ഒരു ആക്ഷനാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. സമയം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് ഉള്ളത്. ഇവിടെ കൺഫ്യൂഷനിലാണ് ഇവർ ഏതോ ഒരു കാര്യത്തിൽ. ഇവിടെ ഇവർ ഈ വഴി പോകണോ ആ വഴി പോകണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. സ്ട്രെസ് ലെവൽ വളരെയധികം കൂടുതലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരുടെ. ഇവിടെ ഇവർ സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. പക്ഷേ ഇവർ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ഇവരുടെ ലൈഫിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇവരുടെ ലൈഫിൽ എന്തെങ്കിലും ആക്ഷൻ, അതായത് മെയിനായിട്ടുള്ള ആക്ഷൻ ഇവർ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതായത് ഇവരുടെ ലൈഫിൽ ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും ആക്ഷൻ എടുക്കുന്നത്, ഇവർക്കൊരു വിലയും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇനിയെങ്കിലും ആ ഒരു വ്യക്തി ആക്ഷൻ എടുക്കുന്നത് മാറ്റിയിട്ട് ഇവർക്ക് സ്വയം ഇവരുടെ ലൈഫിൽ ആക്ഷൻ എടുക്കണമെന്നുള്ള ആ ഒരു തോന്നൽ ഉണ്ട്. ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് എപ്പോഴാണ് ഇവർക്ക് ഒരു സന്തോഷം ലഭിക്കുക, ഏത് സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് ഇവർക്ക് സന്തോഷവും സമാധാനവും കിട്ടുന്നത്, ആ ഒരു സ്ഥലത്തേക്ക് വേണ്ടി ഇവർ ആക്ഷൻ എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴാണ് ഇവർക്ക് സന്തോഷം ഉണ്ടാകുന്നത് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് ഗൈഡൻസ് കിട്ടുന്നുണ്ട്. ആ ഒരു ഗൈഡൻസ് അനുസരിച്ച് പല കാര്യങ്ങളും ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇവർ മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുമ്പോഴാണ് ഇവരുടെ സ്വന്തം ജീവിതം തന്നെ ഇല്ലാതാകുന്നത്. അത് നിങ്ങൾക്കും എപ്പോഴും ഓർമ്മ വേണ്ട കാര്യമാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ സ്വയം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്വന്തം സെൽഫ് റെസ്പെക്റ്റ് മറന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ലൈഫിൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. മറിച്ച് നിങ്ങൾ സ്വന്തം സെൽഫ് റെസ്പെക്റ്റ് നോക്കി നിങ്ങളുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് സമയം കൊടുക്കുമ്പോഴാണ് അവർക്കും നിങ്ങളോട് ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് തോന്നുന്നത്, നിങ്ങൾക്കും നിങ്ങളോടൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് സ്വന്തം സെൽഫ് റെസ്പെക്റ്റ് മറന്ന് ഒന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്ന അനുസരിച്ച് പ്രവർത്തിച്ചാൽ ഒരു കുഴപ്പവുമില്ല. മറ്റുള്ളവർ പറയുന്ന അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രവർത്തിക്കുകയാണ് എങ്കിൽ സ്വയം നിങ്ങൾ തന്നെ കുഴി കുഴിച്ച് അതിൽ വീഴേണ്ട അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ഇവിടെ ഇപ്പോൾ ഇവരുടെ ആ ഒരു മനസ്സിലൊരു ധൈര്യം വരികയാണ്. ഇനി ഇവർ വിചാരിക്കുന്നത് ഇനിയെങ്കിലും ഇവർ വിചാരിക്കും പോലെ തീരുമാനങ്ങൾ എടുക്കണം. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഇരിക്കാൻ പാടില്ല. ഇവർക്ക് എന്താണോ തീരുമാനം എടുക്കേണ്ടത് അത് ഇവർ എടുക്കണം എന്നുള്ള ആ ഒരു തോന്നൽ ഇവർക്ക് വരികയാണ്. അതായത് സ്വന്തമായിട്ട് എന്ത് ഡിസിഷനാണോ ഇവരുടെ ലൈഫിൽ എടുക്കേണ്ടത് അത് ഇവരാണ് എന്നുള്ള തോന്നൽ ഇവർക്ക് വന്നു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് നിങ്ങൾ അങ്ങനെ ഒരു ബന്ധനത്തിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് പുറത്തിറങ്ങുവാൻ സാധിക്കുന്നില്ല, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷനും എടുക്കുന്നില്ല. അങ്ങനെയുള്ള ആ ഒരു ബന്ധനത്തിലാണ് നിങ്ങളെന്ന് നിങ്ങളിൽ പല ആൾക്കാർക്കും തോന്നുന്നു. അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഇവർക്കും ഗൈഡൻസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ വേണ്ടി ആക്ഷൻ എടുക്കേണ്ടത് ഞാനാണ് എന്ന്. ഇവിടെ നിങ്ങൾ വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് നിങ്ങളുടെ ലൈഫിൽ എന്ത് തീരുമാനമാണോ എടുക്കേണ്ടത് നിങ്ങൾ എടുക്കുക, പിന്നെ പശ്ചാത്തപിക്കേണ്ടത് എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. അതായത് ചില ആൾക്കാരുണ്ട്, അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ മാരേജ് ചെയ്യും വീട്ടുകാരുടെ സമ്മതത്തിൽ. പിന്നെ അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കാൻ പറ്റില്ല, സ്റ്റക്കായിട്ട് അവസാനം ഒരു റൂമിൽ തന്നെ രണ്ട് വ്യക്തികളായിട്ട് കഴിയേണ്ട അവസ്ഥ. ലാസ്റ്റ് പിന്നെ അവർ ഒരു തീരുമാനം എടുക്കും. അതുകൊണ്ടാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടം ഉള്ള തീരുമാനം, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ വളരെയധികം ആലോചിച്ച് ചിന്തിച്ചിട്ട് ആ തീരുമാനം എടുക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി
നിങ്ങളുടെ ജീവിതം വെറുതെ പാഴാക്കി കളയരുത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. എപ്പോഴാണോ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നത് ഈ ഒരു വ്യക്തി ശരിയല്ല, ഈ ഒരു വ്യക്തി പറയുന്നത് കള്ളമാണ് എന്ന്, അപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ എത്രത്തോളം അവേക്കനിങ് ആകുമ്പോൾ നമ്മൾ അത്രത്തോളം നമുക്ക് ആ ഒരു എനർജി കിട്ടും, ശക്തി കിട്ടും. അതായത് നമ്മുടെ ആ ഒരു തേർഡ് ഐ ചക്ര, ക്രൗൺ ചക്ര ഇതെല്ലാം ആക്റ്റീവ് ആവും. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ശക്തി കിട്ടും. മറ്റുള്ളവർ നമ്മളോട് എതിർത്ത് പറയുകയാണെങ്കിൽ നമ്മൾ എതിർപ്പത്ത് പറയാതെ മിണ്ടാതിരിക്കുകയാണ് എങ്കിൽ നമ്മുടെ ആ ഒരു ത്രോട്ട് ചക്ര ബ്ലോക്കേജസ് മാറിയാൽ നമുക്ക് എതിർത്ത് അവരോട് സംസാരിക്കാനുള്ള ഒരു ശക്തി കിട്ടും. അങ്ങനെയൊക്കെ നമ്മുടെ ആ ഒരു പല ശക്തികളും കിട്ടുന്നത് നമ്മുടെ ആ ഒരു മെഡിറ്റേഷനിലൂടെയാണ്. അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പല ശക്തികളും ഈ ഒരു കാര്യത്തിൽ, അതായത് ഒരു വ്യക്തി നിങ്ങളോട് കള്ളം പറയുകയാണ് എങ്കിൽ സ്പോട്ടിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ വ്യക്തി കള്ളമാണ് പറയുന്നത് എന്ന്. അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ബ്ലോക്കേജസ് നിങ്ങൾ ആദ്യം മാറ്റാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആ ഒരു തേർഡ് ഐ ചക്ര, ക്രൗൺ ചക്ര, ത്രോട്ട് ചക്ര, ഹാർട്ട് ചക്ര അതെല്ലാം ഹീലാക്കാൻ ശ്രമിക്കുക. അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പകുതി നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങളും തീരുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ ലൈഫിൽ റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആരാണോ അവർക്ക് നിങ്ങൾ ആ ഒരു ഓഫർ കൊടുക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അവരെക്കുറിച്ച് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണോ എന്നൊക്കെ കൂടുതലായിട്ട് നിങ്ങൾ അവരെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ലൈഫ് പാർട്ട്ണറിനെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അവരോട് ഉള്ളത് എന്താണ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അവർ പറയുന്നത് അവർ നല്ലൊരു വ്യക്തിയാണ്, എനിക്ക് ചേർന്ന വ്യക്തിയാണ് എന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുകയാണെങ്കിൽ അതനുസരിച്ച് ആക്ഷൻ എടുക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുകയാണ് ആ ഒരു വ്യക്തി റോങ് ആണ് എന്നിട്ടും നിങ്ങൾ അത് കേൾക്കാതെ ഒരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ടി വരും. ആദ്യം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ കേൾക്കുക. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ വന്നിട്ട് വേറൊരാളുമായിട്ട് മാരീഡാണ്. അപ്പോൾ അവർ അവിടെ സ്റ്റക്കാണ്, ഇവിടെ നിങ്ങൾ സ്റ്റക്കാണ്. ആ ഒരു അവസ്ഥയിലുമാണ് ചില ആൾക്കാരുടെ പാർട്ട്ണർ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ കൂടാതെ തന്നെ അവർ വേറൊരാളുമായിട്ട് മാരീഡ് ആയിട്ടുള്ള ആളാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു മാരീഡ് ആയിട്ടുള്ള ആളെ ആയിരിക്കും സ്നേഹിച്ചത്. അപ്പോൾ രണ്ട് സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ് നിങ്ങളുടെ പാർട്ട്ണർ. ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയാണ് സ്നേഹിക്കുന്നത് എങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും. അല്ല തേർഡ് പാർട്ടിയാണ് സ്നേഹിക്കുന്നത് എങ്കിൽ അവർ നിങ്ങൾക്കെതിരെ ആയിരിക്കും തീരുമാനം എടുക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഫേവറിലായിരിക്കും എടുക്കുക. കാരണം ഇവിടെ ട്രൂ ലവ് ഉണ്ടായിരുന്നാൽ മാത്രം ഇത് നിങ്ങൾക്ക് ഫേവറായിട്ട് എടുക്കാം. ട്രൂ ലവ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഫേവറായിട്ട് ഇവർ എടുക്കത്തില്ല. ഇവിടെ ഇവർക്ക് തോന്നുന്നുണ്ട് നിങ്ങളുമായിട്ട് എന്തോ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇവർക്കുണ്ട് എന്ന്. ഇവരുടെ ഈഗോ പോസിറ്റീവ് വേയിലാണ് എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നല്ലതാണ്. ഈഗോ നെഗറ്റീവ് വേയിലാണ് എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അത് ഒരിക്കലും നല്ലതല്ല. ഇവരുടെ ഈഗോ നിങ്ങൾക്ക് വേണ്ടി പോസിറ്റീവായിട്ടുള്ള വേയിലാണ് എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വളരെ നല്ല ഒരു ഷിഫ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പേഴ്സണുമായിട്ട് യൂണിയൻ ഉണ്ടാകണമെന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ പേഴ്സണും സ്ഥിരമായിട്ട് ഇതാണ് ചെയ്യുന്നത്. യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ തമ്മിൽ യൂണിയൻ ആവാൻ വേണ്ടി. നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആദ്യം തേർഡ് പാർട്ടിയിൽ നിന്ന് പുറത്തു വരുവാനുള്ള ആ ഒരു തീരുമാനം എടുക്കും. സെക്കൻഡ് ഇവർ നിങ്ങളുമായിട്ട് ഒന്നാവാനുള്ള ആ ഒരു ആക്ഷൻ എടുക്കുമെന്നാണ് വരാൻ പോകുന്ന സമയം ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് യൂണിയനിലാകണമെന്ന് എങ്കിൽ ഇവിടെ 369 ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ എനർജി നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോകം, ഈ ഒരു സമൂഹം എന്ത് പറയുന്നു എന്ന് പറഞ്ഞ് ചിന്തിക്കത്തില്ല. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കും. കാരണം ഹാർട്ട് ചക്ര ഓപ്പണിങ്ങിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉറപ്പായിട്ടും ഒരു സോളിഡ് ആക്ഷൻ ഉണ്ടാകുമെന്നാണ് നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.